റെക്കോർഡുകളുടെ തോഴനാണെന്നറിയാം. കോഴിക്കോട് മുക്കം സ്വദേശിയായ ദിലീപ് 5000 കാരിക്കേച്ചറുകൾ 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അതെ അതെ, അറേബ്യൻ വേൾഡ് റെക്കോർഡിന്റെ അറ്റംപ്റ്റ് ആണ്. എത്ര റെക്കോർഡുകളുണ്ട്, എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? 4 ഗിന്നസ് റെക്കോർഡുകള്, മറ്റ് റെക്കോർഡുകള്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അങ്ങനെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ 4-5 മൊത്തം 10ഓളം റെക്കോർഡുകളുണ്ട്. അവാർഡ് മാത്രം അതിനെ പിന്തുടരുന്ന ഒരാളെ മാറിയത് എങ്ങനെയാണ്? അത് നമ്മളെ വ്യത്യസ്തരാവാണ്. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. നമ്മളെ വ്യത്യസ്തത നമ്മൾ കണ്ടെത്തി അതുമായിട്ട് ആ പാഷന്റെ പിറകിൽ പോകുമ്പം മറ്റതെല്ലാം വന്നു ചേരുന്നതാണ്. ഒരു കാരിക്കേച്ചർ വരയ്ക്കാൻ എത്ര സമയം എടുക്കും? 5 മിനിറ്റ്. ഏത് മുഖം കിട്ടിയാലും വരയ്ക്കും? അതെ അതെ അതെ. വരയുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തെ നിരീക്ഷിക്കാൻ, ചുറ്റുപാടിനെ നിരീക്ഷിക്കാൻ. ഇപ്പൊ ഞാൻ നിങ്ങളെ മുഖത്തെ നിരീക്ഷിച്ചു നോക്കുക. നിങ്ങളെ മൂക്ക് പോലെയല്ല അദ്ദേഹത്തിന്റെ മൂക്ക്, നിങ്ങളെ ചുണ്ടുകളെ പോലെയല്ല, നിങ്ങളെ മുടികളെ പോലെയല്ല, എല്ലാം വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തത നിരീക്ഷിച്ച് അത് കണ്ടെത്തുക, അതാണ് ചുറ്റുപാടിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുക. കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ ശരി, കാരിക്കേച്ചർ ഒരു വ്യക്തിയുടെ പ്രത്യേകതകളെ മുഴപ്പിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾക്കാണ്. കാരിക്കോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പദം വരുന്നത്. അതിശയം കൊണ്ട് നിറക്കുക എന്നാണ് കാരിക്കോ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. വരച്ചതിന് ശേഷം ഇത് എന്നെ പോലെ അല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ചിലർ പറയാറുണ്ട്. കാരണം അവര് കാണില്ലല്ലോ. അപ്പൊ നിങ്ങളെ ഞങ്ങളാണ് കാണുന്നത്. അത് വലിയ പ്രശ്നമാണ്. ഈ അവാർഡുകൾ കിട്ടുമ്പോഴാണോ സന്തോഷം, ഓരോ കലാസൃഷ്ടികൾ പൂർണ്ണമാകുമ്പോഴാണോ സന്തോഷം? ശരിക്കും അവാർഡുകൾ കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ്. കാരണം നമ്മൾ അംഗീകരിക്കപ്പെടില്ലേ. ഷാർജ അന്താരാഷ്ട്ര മേളയിൽ എത്രാമത് തവണയാണ്? ഞാൻ 5ാമത്തെ തവണയാണ്. എല്ലാ തവണയും ഞങ്ങൾക്ക് സ്റ്റാൾ ഉണ്ടാവാറുണ്ട്. 5ാമത്തെ തവണയാണ് പോരുന്നത്. എന്റെ മുഖം കാണാനുള്ള ആകാംക്ഷയിൽ ഇതാ ഒരു മിനിറ്റ് കൊണ്ട് തീർച്ചയായിട്ടും ഇനി നോക്കാം. ഇനി ഇതിലേക്ക് നോക്കാം. നിങ്ങളുടെ മുഖം കഴിഞ്ഞു. വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾ.